ആളുകൾക്കിടയിൽ ഏതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ പല അഭിപ്രായമായിരിക്കും ഉണ്ടാകുക. ചിലർ പറയും കള്ളുകൂടിയാണ്, വ്യഭിചാരാണെന്നൊക്കെ പറയും. ശരിയാണ്, അതൊക്കെ തിന്മയാണ്. ഏതൊക്കെ തിന്മയുണ്ടോ അതൊക്കെ ശിർക്കിനും ബിദ്അത്തിനും താഴെ വരുന്ന തിന്മകളാണ്. ശിർക്കും ബിദ്അത്തുമാണ് ഏറ്റവും വലിയ തിന്മ. ശിർക്കാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തേത് ബിദ്അത്താണ്. സഹോദരങ്ങൾ, ഈ രണ്ട് തിന്മകൾ ശിർക്കും ബിദ്അത്തും എന്നുള്ളത് അതൊരാളിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു അവന്റെ പാപമോചനം തടയാനുള്ള കാരണമാണ്. ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അള്ളാഹു ആ വ്യക്തിക്ക് പാപമോചനം കൊടുക്കുകയില്ല. ഒരാൾ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിയാണ്, ദീനിലില്ലാത്തൊരു കാര്യം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യഖ്ബലുല്ലാഹു തൗബത സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരു ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പുതിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദീനിൽ ഒരു പുതിയതായ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തി, അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, അവൻ ആ ബിദ്അത്തിനെ ഒഴിവാക്കുന്നത് വരെ. അപ്പോൾ ഈ രണ്ട് തിന്മകളും നമ്മുടെ പാപമോചനം തടയുവാനുള്ള, അത് തടയപ്പെടുവാനുള്ള കാരണമാണ്. അപ്പോൾ നോക്കൂ, ശഅബാൻ 15 നമ്മളുള്ളത്. ശഅബാൻ 15 പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ല യത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാനിന്റെ പകുതിയായാൽ 15 ആയി കഴിഞ്ഞാൽ അവന്റെ അടിമകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തി നോക്കും. എന്നിട്ടോ ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി ഇല്ലാ ലി മുശ്രികിൻ ഔ മുശാഹിനിൻ. എന്നിട്ട് അല്ലാഹു അവന്റെ സകല പടപ്പുകൾക്കും പുറത്തു കൊടുക്കുന്നതാണ്. സകല പടപ്പുകൾക്കും പുറത്തു കൊടുക്കും, രണ്ട് വിഭാഗം ആളുകൾക്കൊഴികെ. ആരാണ് ഒരു വിഭാഗം? ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. ശിർക്ക് ചെയ്യുന്നവൻ അല്ലാഹു അന്ന് പുറത്തു കൊടുക്കില്ല എന്ന് ശഅബാൻ 15 അന്ന് അല്ലാഹു എല്ലാവരിലേക്കും നോക്കുന്ന സന്ദർഭത്തിൽ. അതുപോലെ തന്നെ മുശാഹിൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ പക നിറച്ച് നടക്കുന്ന ആളാണ് മുശാഹിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അങ്ങനെ മനസ്സിൽ പക നിറച്ച് നടക്കുന്ന ആൾക്കും അല്ലാഹു അന്ന് പുറത്തു കൊടുക്കുകയില്ല. ഈ മുശാഹിൻ എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അൽ ഇമാം അൽ-ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുശാഹിൻ എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ചെയ്യുന്ന ആളാണ്. ബിദ്അത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്തൊരു പുതുതായ ഒരു കാര്യം അത് ചെയ്യുന്ന ആളാണ് ബിദ്അത്തുകാരൻ. ഇപ്പോൾ മുശാഹിൻ എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകാരൻ ഉൾപ്പെടും. ശിർക്ക് ചെയ്യുന്നവരും ബിദ്അത്ത് ചെയ്യുന്നവരും ഒഴികെ അല്ലാഹു ശഅബാനിന്റെ 15 എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ശിർക്ക് എന്നുള്ളത് എന്താണ്? അല്ലാഹുവിൽ പങ്കു ചേർക്കുക. അല്ലാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്ത് അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് കൊടുക്കുക. അല്ലാഹുവിന് മാത്രം ചെയ്യേണ്ട ദുആ, അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതിന്റെ പകരം ഏതെങ്കിലും ഔലിയാക്കളോട് ദുആ ചെയ്താൽ അത് ശിർക്കായി. അല്ലാഹുവിനെ അർക്കുന്നതിന് പകരം ഏതെങ്കിലും ജാറത്തിലൂടെ പോയി അർത്താൽ അത് ശിർക്കായി. അല്ലാഹുവിനെ വിളിക്കേണ്ടതുപോലെ വേറെ ആരെങ്കിലും വിളിച്ചത് ശിർക്കായി. അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ വേറെ ആരെങ്കിലും സ്നേഹിച്ചത് ശിർക്കായി. അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ മറ്റാരെങ്കിലും ഭയപ്പെട്ടത് ശിർക്കായി. ഇങ്ങനെ ശിർക്കിന്റെ വിവിധങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ശഅബാനിന്റെ 15 അന്ന് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. പിന്നുള്ളത് ബിദ്അത്താണ്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പുതുതായി ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ശഅബാനിന്റെ 15 ഹദീസാണല്ലോ നമ്മൾ പറയുന്നത്. ശഅബാന്റെ 15 അന്ന് നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്ത് എന്താണ്? ബറാഅത്ത് നോമ്പ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. ബറാഅത്ത് നോമ്പ് എടുക്കാൻ കൽപ്പിക്കുന്ന ഒരു ഹദീസും അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ബറാഅത്ത് രാവ് അന്ന് 15 നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. കാരണം എന്താണ്? അത് ബിദ്അത്താണ്, ദീനിലില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബറാഅത്ത് നോമ്പാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണെന്ന നിലക്ക് ആരെങ്കിലും ബറാഅത്ത് നോമ്പ് ശഅബാൻ 15 എടുക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാൻ 15 അല്ലാഹു എത്തി നോക്കുന്ന സന്ദർഭത്തിൽ ബിദ്അത്തുകാരന് പുറത്തു കൊടുക്കൂല. അപ്പോൾ ഈ കാര്യം ഒരാളെയും ആക്ഷേപിക്കാൻ വേണ്ടി, ഒരു വിഭാഗത്തെയും തള്ളി പറയാൻ വേണ്ടി പറയല്ല. പക്ഷേ ഇത് ദീനില്ലാത്ത കാര്യമായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. ഇത് ദീനില്ലാത്ത കാര്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കണം. ആളുകൾ ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ബിദ്അത്താണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. ഇത് ഇങ്ങനെ ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പാപമോചനം തടയപ്പെടും എന്നുള്ളതാണ്.